Trending finger for that. മാറാട് എന്ന പേര് കേൾക്കുമ്പോൾ 2003 8 ഹിന്ദു സഹോദരന്മാരെ കൊന്ന വിഷയമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നത്, കഴിഞ്ഞ ദിവസം മാറാട് ഒരു അയ്യപ്പ ഭജനമഠം തകർത്തു. അവിടെയുള്ള പൂജാരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. വിളക്കുകളും തുളസി തറയും എല്ലാം അടിച്ചു തകർത്ത ഒരു മതപരാന്തൻ നവാസ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കുക എന്നതാവണം. ഈ വിഷയത്തെക്കുറിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈനു സംസാരിക്കുന്നു. മാറാട് വലിയ വില കൊടുക്കേണ്ടി വന്ന ഒരു സ്ഥലമാണ്. 2002 നടന്നിട്ടുള്ള സംഭവത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും തുടർന്ന് 2003 മെയ് 2-ാം തീയതി കേരളത്തെ മുഴുവൻ നടുക്കിയ ഭീകര ആക്രമണം നടന്നു. 8 പേർ കൊല ചെയ്യപ്പെടുകയും ഒരു കൊലയാളിയും അതിൻ്റെ കൂടെ മരണപ്പെടുകയും 15ഓളം പേർക്ക് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള ഭീകരാക്രമണം 1921 ശേഷം കേരളം കണ്ടിട്ടുള്ള വലിയ ഭീകരാക്രമണം നടന്ന സ്ഥലമാണ് മാറാട് എന്ന് പറയുന്നത്. ഏകദേശം 22 വർഷം കഴിഞ്ഞ് പിന്നിടുമ്പോൾ ഇപ്പോഴും പലരും പല കാര്യത്തിനും കോപ്പ് കൂട്ടുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്ക ചില സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടുണ്ടാവുകയാണ്. അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നവാസ് എന്ന് പറയുന്ന മാറാട് സ്വദേശി ആയിട്ടുള്ള ഒരു മതവെറിയൻ. രാവിലെ മാറാട് അയ്യപ്പ ഭജന മഠത്തിൽ ഭഗവാൻ അയ്യപ്പന്റെ മുന്നിൽ തിരി തെളിയിച്ച് മാറാട്ട് ജനങ്ങളെ ഭക്തിസാന്ദ്രമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന അവിടുത്തെ ശാന്തിക്കാരൻ, 65 വയസ്സുള്ള വന്ധ്യവയോധികനായിട്ടുള്ള ശ്രീനിവാസ് ജി, അദ്ദേഹം മാറാട് അയ്യപ്പന്റെ മുന്നിൽ തിരി തെളിയിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയും ആ മഠത്തെ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള കിരാതമായിട്ടുള്ള സംഭവം ഏവരെയും നടുക്കുന്ന സംഭവമാണ്. പതിവ് പോലെ ആ പ്രതിയെ മനോരോഗിയായി ചിത്രീകരിക്കുവാനുള്ള വളരെ ആസൂത്രിതമായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഒരു മനോരോഗിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് ഡോക്ടർമാരാണ് എന്നുള്ളതാണ്. പക്ഷെ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്നു വരുന്ന സംഭവങ്ങളിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ചിലരെയെങ്കിലും മനോരോഗിയായിട്ട് ചിത്രീകരിക്കുന്ന ചില കാഴ്ചകൾ കേരളത്തിൽ കണ്ടുവരികയാണ്. അത് കേരളത്തിലെ ഹിന്ദു സമൂഹം വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അധികൃതർ മനസ്സിലാക്കണം. ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂർ തുളസിത്തറയിൽ പുറത്തു പറയാൻ പറ്റാത്ത ഭാഗത്ത് നിന്ന് രോമങ്ങൾ പിഴുതെറിഞ്ഞുകൊണ്ട് തുളസിത്തറയിൽ നിക്ഷേപിച്ചിട്ടുള്ള വ്യക്തി, അദ്ദേഹം അവിടെ നിരവധി ഹോട്ടലുകൾ നടത്തുന്ന വ്യക്തിയാണ്, ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ മനോരോഗിയാക്കിയത് പോലീസാണ്. ഈ അടുത്ത കാലത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വത്സം തില്ലങ്കേരി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിൽ വത്സം തില്ലങ്കേരി ഹിന്ദു ഐക്യവേദിയുടെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വ്യക്തി സ്റ്റേജിലേക്ക് നടന്ന് കയറി. പോലീസും അവിടുത്തെ പ്രവർത്തകന്മാരെല്ലാവരും കൂടി അവിടെ ഉണ്ടായതുകൊണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അയാളെയും
മനോരോഗിയായിട്ട് ചിത്രീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കെല്ലാവർക്കും രോമാഞ്ചം ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് മെയ് 7-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളെ തച്ച് തരിപ്പണമാക്കിയിട്ടുള്ള ആവേശകരമായിട്ടുള്ള വാർത്ത നമ്മൾ വായിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് അറിയേണ്ടത് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് പോർട്ട് ഓഫീസിലേക്ക് വിളിക്കുക, ആ വ്യക്തിയെയും വെള്ളയിൽ സ്വദേശിയായിട്ടുള്ള ആ വ്യക്തിയെയും പിന്നീട് നമ്മൾ കണ്ടത് മാനസിക രോഗി എന്നുള്ള നിലയിലാണ്. ഇവർക്കൊക്കെ മാനസിക രോഗിയുടെ പട്ടം ചാർത്തി കൊടുക്കുന്നത് കേരളത്തിലെ പോലീസാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണം, അതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവിടെ പോലും മാനസിക രോഗിയാക്കുന്ന നിലയിലേക്ക് മാറുമ്പോൾ മാറാടിനെ സംബന്ധിച്ച് ഹിന്ദു സമൂഹം, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയും അതുപോലുള്ള സംഘടനകളും അതിൻ്റെ സമര രംഗത്തുണ്ടായിട്ടുള്ള സംഘടനകളാണ്. ആ സംഘടനകളും ഹിന്ദു സമൂഹം ഭയക്കുകയാണ്. ഇത് എന്തിനോ ഉള്ള കോപ്പുകൂട്ടലാണ്, ഇതൊരു ടെസ്റ്റ് ഡോസാണ്, ഈ ആക്രമണം ഒരു ടെസ്റ്റ് ഡോസാണോ എന്ന് ഹിന്ദു സമൂഹം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ സർക്കാരിനോടാണ്, പോലീസ് അധികൃതരോടാണ്. വളരെ കൃത്യമായിട്ട് മാറാട് ഒരു നിരീക്ഷണം ആവശ്യമാണ്. പുറത്തുനിന്നുള്ള ആൾക്കാർ മാറാടുമായി ബന്ധപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവുന്നുണ്ടോ? ആരെങ്കിലും ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വലിയ നിരീക്ഷണത്തിന് പോലീസ് അധികൃതരും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളും കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ വളരെ ഗൗരവമായിട്ട് എടുക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാണ്. ഈ പ്രതിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. പലരും പറയുന്നതനുസരിച്ച് ഇദ്ദേഹം ചെന്നൈയിലെ ഒരു മതകേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസ് തന്നെ പറയുന്നു കുന്നമംഗലത്ത് വെച്ച് എന്തോ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം? മാറാട് അയ്യപ്പ ഭജന മഠത്തിൽ കയറി ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാനും അവിടുത്തെ ശാന്തിക്കാരനെ ആക്രമിക്കാനും ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് അന്വേഷിച്ച് പുറത്തു വരേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനനുസരിച്ച് അധികൃതർ ഇത് ഗൗരവമായിട്ട് എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.